എന്തായി നാഗേന്ദ്ര, കുഞ്ഞിനായുള്ള തിരച്ചിൽ? ദിക്കായ ദിക്കൊക്കെ തിരഞ്ഞു. എങ്ങും പുലർകാല വേളയിൽ കാർത്തിക നക്ഷത്രത്തിൽ അങ്ങനെ ഒരു പിറവി നടന്നിട്ടില്ല. ബാക്കി പറയൂ, അതിലുണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരം. അങ്ങനെ ഒരു കുഞ്ഞുണ്ട്, പക്ഷേ നമുക്ക് തൊടാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരു കുഞ്ഞോ? അത്രയും സുരക്ഷയിൽ ആരാ ഒരു കുഞ്ഞിനെ വളർത്തുന്നത്? മന്ത്രവാദികളോ അതോ യക്ഷന്മാരോ? ആ കുഞ്ഞ് ദേശമംഗലത്തെത്തിയിരിക്കുന്ന പുതിയ പൂജാരിയുടെ കുഞ്ഞാ. ദേവീ പൂജയ്ക്കായി ക്ഷേത്രമുറ്റത്തെത്തിയിരിക്കുന്ന വിഷ്ണു നമ്പൂതിരിക്ക് കൂടാരം ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിനോട് ചേർന്ന. അവിടെയുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് എങ്ങനെ കൈക്കലാക്കാൻ പറ്റും? ഇഷ്ടമൂർത്തികൾ നിശ്ചയിച്ച വഴി ഇത്രയും ദുഷ്കരമാണോ? ആയിരിക്കും. മൂർത്തികൾ എപ്പോഴും പൂജിക്കുന്നവരെ പരീക്ഷിക്കുന്നവരാണല്ലോ. ക്ഷേത്രമുറ്റത്ത് താൽക്കാലികമായി കെട്ടിയ കൂടാരത്തിലല്ല, ദേവിയുടെ മടിത്തട്ടിൽ ഉറങ്ങുന്ന കുഞ്ഞായാൽ പോലും അവൾ ഈ ബലിക്കല്ലിലെത്തിയേ പറ്റൂ. പടയെടുത്ത് പോകാൻ ഞാൻ തയ്യാറാണ്. ദേശമംഗലത്തെ പടയാളികൾക്ക് ഇപ്പോൾ ആവേശം കൂടുതലാണ്. ആരും പടയെടുക്കേണ്ട ആവശ്യമില്ല. ദേവീ പൂജയ്ക്ക് വന്നു നിൽക്കുന്ന വിഷ്ണുദത്തൻ ദേവിയുടെ ഉപാസകനാണ്. പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിൽ കുഞ്ഞ് സുരക്ഷിതയുമാണ്. പക്ഷേ കണക്കുകൂട്ടലുകളിൽ നിനക്കൊന്ന് പിഴച്ചു നാഗേന്ദ്ര. ഇപ്പോ ദേവിയുടെ സാന്നിധ്യം അവിടെ ഇല്ല. ഇത്രയും നാളും രണ്ടുപേരുടെയും ബുദ്ധി ഒരുപാട് പരീക്ഷിക്കപ്പെട്ടതല്ലേ. ഇനി അല്പം വിശ്രമിക്കാം. ഇനിയും ഉദ്യമത്തിന് നിയോഗിക്കപ്പെട്ട ആൾ കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടു. അയ്യോ! തിരുമേനി, എന്നോട് പൊറുക്കണം. ഇത് അവിടുത്തെ കുഞ്ഞിന്റെ കഴുത്തിലുണ്ടായിരുന്നതാണ്. അറിയാതെ എടുത്തുപോയി. മോഷണം പാപമാണ്. മോഷ്ടിച്ചെടുക്കുന്ന വസ്തു കൊണ്ട് എത്ര വലിയ നേട്ടങ്ങൾ നീ ഉണ്ടാക്കിയാലും അതൊന്നും ശാശ്വതമായിരിക്കില്ല. ഭഗവതിയുടെ ശക്തി അടിയന് ബോധ്യപ്പെട്ടു. ഇനി ഒരിക്കലും മറ്റൊരാളുടെ മുതൽ അടിയൻ മോഷ്ടിക്കില്ല. എന്നാൽ പൊയ്ക്കൊള്ളുക. ഇനിയെങ്കിലും സൽക്കർമ്മത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. അമ്മ അനുഗ്രഹിക്കട്ടെ. നന്ദി അമ്മേ ഭഗവതി.